ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിം ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയിലേക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല, ചാനലിലേക്ക് സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ കൊണ്ട് സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ ഗെയിമിലേക്ക് കടക്കാം. നമ്മളാദ്യം തന്നെ നമ്മൾ പ്ലേ കൊടുക്കുന്നില്ല, നമ്മൾ ചലഞ്ചിലാണ് കളിക്കുന്നത്. നമ്മൾ മറ്റേ വില്ലേജ് മോഡാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ സാധാരണ കളിക്കാനൊരു മൂഡില്ല, നമുക്ക് വില്ലേജ് കളി കളിക്കാം ഗൈസ്. വില്ലേജ് കളി കളിക്കുമ്പോൾ നല്ല എൻ്റെ ഗൈസ് നമുക്കിത് സാധാരണ കളിക്കട്ടെ. വില്ലേജ് പറ്റത്തില്ല, സോഫയിലാണ് വെച്ചേക്കുന്നത്. മോഡ് എടുത്തിട്ടാ ഗൈസ്. ഞാൻ നമ്മളെ ഡോറിമോൻ്റെ സ്വിച്ചിൻ്റെ മോഡ് എടുത്തത് കൊണ്ടാ ഗൈസ്. ഇത് സ്റ്റെപ്പെല്ലാം നോക്കി കയറിലിക്കണം. നമുക്കപ്പോൾ ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ പ്ലേ കൊടുക്കാം. പ്ലേ നല്ലത്. വില്ലേജ് എടുത്തപ്പോൾ എൻ്റെ വില്ലേജ് മൊത്തം കൊളായി ഗൈസ്. ഇത് കണ്ടില്ലേ, ഇതാണ് കറച്ച് വേയിച്ച് വേണ്ടത്. ഞാൻ ധോണി ക്യാരക്ടറില്ല കേട്ടോ ഇല്ലത് ഗൈസ്. ഇൻഫിനിറ്റി ഹെൽത്തിൻ്റെ ചീറ്റ് കോഡ് ഇതാണെന്ന് തോന്നുന്നു. ഇതാണ്. അപ്പോൾ ഞാൻ ധോണിയില്ല. ധോണീൻ്റെ ഹെഡ്, ധോണീൻ്റെ ഇത് ഇട്ട് ഡ്രസ്സില്ല. നമുക്കപ്പോൾ മാറ്റാം. ഹെയർ നമുക്ക് മാറ്റാം. ഈ ഹെയർ മതി, അധികം ഞാൻ ഹെയർ വെക്കുന്നില്ല. നമുക്കപ്പോൾ ഈ ഹൗസാണ് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല, ചാനലിലേക്ക് സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടെ സബ് ചെയ്യാം. അപ്പം നമുക്കിൻ്റെ മുകളിലേക്ക് പോവാം. രണ്ട് കയറട്ടെ. അതോണി കയറ്. അപ്പം ഗൈസ്, ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഈ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിൻ്റെ ആയിരുന്നു ഗൈസ്. നിങ്ങൾ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് എവിടെയെങ്കിലും വലിയ പരിചയമുണ്ടോ ഗൈസ്? ഇത് നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 3 ഇതാണ് ഗൈസ്, സ്റ്റെപ്പാണ് ഗൈസ്. ഞാനന്ന് കളിച്ചാൽ ഇവിടെ കുടുങ്ങിപ്പോയായിരുന്നു. അതുകൊണ്ട് ഇപ്പം കുടുങ്ങാതെ പോവാം. നമ്മുടെ പ്രോ പ്ലെയർ ഇട്ടാ. നമ്മൾ നേരെ ഹൗസിൻ്റെ മുകളിൽ എത്തിയണ്ട. മുകളിലൊന്നും ഒരു മാറ്റില്ല. മുകളിലെ ഇവിടെ ഇത് ഒറിജിനൽ ടൈല് ഗൈസ്. ഇതിവിടെ വിഗ് വെച്ച് ഇവരിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വെച്ച് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ നല്ല വൈറ്റ് കളറുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ബാൽക്കണികളിൽ അവർ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അവർ സമ്മതിക്കണം. അയ്യോ, ഞാൻ പോയി. ഭാഗ്യം ഒന്നും പറ്റിയില്ല. ഇൻഫിനിറ്റി ഹെൽത്ത് ഓണാക്കിയതുകൊണ്ട് ഭാഗ്യമുണ്ട്, ഒന്നും പറ്റില്ല. ഇവിടെയൊക്കെ ഒരു ടീപ്പോയും സോഫയെല്ലാം വെച്ചിട്ട് വേണം. നമുക്കിപ്പോൾ അതൊന്നുമല്ല വിഷയം. നമുക്ക് ഈ സ്റ്റിച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ബെസ്റ്റ് നിങ്ങൾ ഇത് കണ്ട, ഇവിടെ കൊടിയില്ല. കൊടിക്ക് ഒരു തണ്ട തട കുത്തിയിട്ടുണ്ട്, ഒരു വടിയ തട കുത്തിയിട്ടുണ്ട്. അവിടെ കൊടിയില്ല ഗൈസ്. അത് ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ കൊടി ഉണ്ടെന്ന് തോന്നുന്നു. പോലീസ് സ്റ്റേഷനിൽ ഇന്ത്യൻ്റെ കൊടി. പോലീസ് സ്റ്റേഷനിലുണ്ട്. പോലീസ് സ്റ്റേഷനിലെങ്കിലും ഉണ്ടല്ലോ, അതെല്ലാം വലിയ കാര്യം. സെർവറിച്ചിൻ്റെ കാരണം വരാൻ കുറച്ച് ടൈം എടുക്കണം. നമുക്കപ്പോൾ വോളിയം ഫുള്ള് കുറച്ചിടാം. ഓക്കെ, ഞാൻ അന്ന് കളിച്ചപ്പോൾ ഇതെല്ലാം പോയിട്ടുണ്ടായിരുന്നു, എൻ്റെ വോയിസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിപ്പോൾ എങ്ങോട്ടാ പോകുക? ഇവിടെ ഒരു ഇതുണ്ട് ഗൈസ്, ഇവിടെ ഒരു സ്റ്റണ്ട് റേസ് ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഇതിൽ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താലോ? എന്ത് പറയണു? നമുക്ക് പാർട്ടിസിപ്പേറ്റ് സ്റ്റാർട്ട് ഫിനിഷ്. എന്തിനാ സ്റ്റാർട്ട് അപ്പുറത്ത് ഫിനിഷ് സ്റ്റാർട്ട് ഇപ്പുറത്തും ഫിനിഷ് അപ്പുറത്തും അല്ല ഗൈസ്. അതുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് അപ്പുറത്ത് ഫിനിഷ് ഇപ്പുറത്തും വെക്കാമായിരുന്നു ഗൈസ്. അതും വലിയ കാര്യം. ഇതുണ്ട് ഗൈസ്, ഇതുണ്ടോ മരങ്ങളുടെ ഇത് കണ്ടോ?
മരത്തിൻ്റെ അല്ല ഇത് ഈ ഒരു സൈഡിൽ അതെന്തെങ്കിലും ആയിട്ട് നമുക്ക് പോവാം. അത് നമ്മൾ വീണ്ടും റോട്ടിൽ തന്നെ എത്തി. ഇതിവിടെ സ്ട്രീറ്റ് ലൈറ്റ്സൊക്കെ ഉണ്ടാ, അതിൻ്റെ ഇതില്ല, ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഇത് കാണില്ല, വടിയില്ല. കണ്ട ഇതൊക്കെ റോഡ് മേലെ നിൽക്കുന്നത്, തൊട്ട് റോഡിൻ്റെ മേലെ റോഡ്. നമ്മൾ വൺ വേ റേസ് എന്നെല്ലാം പറയലില്ല, അതുപോലെ തന്നെ ഇത് റോഡിന് മേലെ വേറെ റോഡാണ്. ഇപ്പം അങ്ങനെ ഇരിക്കണം. ബെസ്റ്റ് നല്ല ഇത് കിട്ടി ഗൈസ്, ഇത് കിട്ടി ഗൈസ്. അയ്യോ നമുക്ക് ഇതെവിടെ സ്ഥലം? ഇവിടെ കുറേ ടേപ്പറാണ്. ബെസ്റ്റ് ഇതാണ് ഇവിടത്തെ ഇത് കേട്ടോ. ഇവിടുന്ന് ഇതൊന്നും നമുക്ക് വീട്ടിടാൻ പറ്റത്തില്ല കേട്ടോ ഗൈസ്. ഇതിവിടെ ഗെയിമർ ചെയ്ത് ഇതുണ്ട് സ്റ്റാർ പോലെ വെച്ചേക്കണു ഗൈസ്. അത് നിങ്ങൾ നല്ല അടിപൊളി സ്റ്റാറായിട്ട് അവർ ചെയ്തിട്ടുണ്ടല്ലോ. അവരെ സമ്മതിക്കണം ഗൈസ്, സമ്മതിക്കണം. നല്ല രീതിയിൽ അവർ ചെയ്തിട്ടില്ലേ. ഇത് എവിടെ എത്തി നമ്മൾ? ഇത് നമ്മൾ വെച്ചാൽ നമ്മളെ റാമ്പിൻ്റെ അടുത്തല്ലേ? റാമ്പിൻ്റെ അടുത്ത്, നമ്മുടെ റാമ്പിൻ്റെ തൊട്ട് ഇപ്പുറത്തെത്തി. ഇവിടുത്തെ റാമ്പല്ല ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ വെച്ചും ഒരു റാമ്പ് ഉണ്ടായിരുന്നില്ല, അതവിടെ പോയി. അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ ഗൈസ്, അത് തന്നെ വലിയ കാര്യം. അത് ഗൈസ് എൻ്റെ ഇവിടെ വീട്ടിൽ നിന്നൊരു കോള് വന്നു, അതുകൊണ്ടാണ്. അപ്പം ഞാൻ അവിടെ പറഞ്ഞു നിർത്തിയാണ്. അതാ ഈ റാമ്പ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് എന്താണ് ഈ വീട് കണ്ടാ, ഇത് വീടാ സ്കൂളാണോ? എന്തെങ്കിലും ആട്ടെ. ഈ സംഭവം ഉണ്ടല്ലോ, അത് ആ റാമ്പ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് സ്കൂൾ തന്നെ. ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ചോദിച്ചാൽ ഇതിൻ്റെ റണ്ണ് ഭയങ്കര സ്ലോ. നമുക്കപ്പോൾ കുറച്ചും കൂടെ ഇതിലോടാം. ഇവിടെ നോക്കിയാൽ ഇന്ത്യൻ ഹെവി ഡ്രൈവർ ഉണ്ട് ഗൈസ്. അതിപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. ഫോൺ എടുത്ത് നോക്കടാ. സ്കൂള് സെറ്റ് കിട്ടോ. ഇതിനെ ഇവിടെ ഇത് വെച്ച് ഗൈസ് ഗേറ്റ്സ് ആയിരിക്കും ഗൈസ്. വേറെ ലെവല്. ഇവിടെ ഇത് ടി വിൻ്റെ അടിയിൽ ടി വി വെച്ചിട്ടുണ്ട്. ഗൈസ് അവർ നല്ല വൃത്തി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ടി വി കറച്ച് ഇവിടെ തന്നെ തൂക്കി വെച്ചിട്ടുണ്ട്. ഗൈസ് ഇപ്പോൾ ഇതിനെ കൊണ്ട് വേറെ ഗുണമുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ കണ്ട ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കണ്ടാ, നിങ്ങൾക്ക് കാണാം. ഈ സംഭവം കണ്ടാ, അവിടെ നമുക്കാണെങ്കിൽ ടി വിൻ്റെ റിമോട്ടെല്ലാം വെക്കാം ഗൈസ്. അപ്പോൾ ഇതാക്കി അവർ നല്ല വൃത്തിക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതെന്താ ഫ്രിഡ്ജാണോ? ഇത് വേസ്റ്റ് ബിന്നാവുന്നുണ്ട് ഗൈസ്. വേസ്റ്റ് ബിന്നല്ലല്ലോ, ഇത് ഫ്രിഡ്ജാണ്. എന്തെങ്കിലാട്ടെ. ഇവിടെ ഒരു ഡ്രോവേഴ്സ് വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ഡ്രോവേഴ്സ് ഉണ്ട്. ഇവിടെയാണ് വേസ്റ്റ് ബിന്ന് വെച്ചിട്ടില്ല. പിന്നെ തൊട്ടിപ്പുറത്തോട്ട് വന്നാൽ ഇവിടെ ഒരിതുണ്ട്, ടി വി ഉണ്ട്. അല്ല ടി വി ഉള്ള ബോർഡല്ലേ വേണ്ടേ ഇവിടെ? അത് ബോർഡായിരിക്കും മിക്കവാറും. ബോർഡും ടി വിയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഞാൻ പിന്നെ ഇടയ്ക്ക് ഈ വീഡിയോ ഇടുന്നു. അപ്പോൾ ഗൈസ് പുതിയൊരു ലോഞ്ച് വരാൻ പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനുണ്ടല്ലോ ഗൈസ് ഈ ഗെയിമിൽ തന്നെ ഒരു ചെറിയ സാധനം ബിൽഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടാൻ പോകുന്നുണ്ട്. ഇത് എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇടുന്നതാണ്. എന്തായാലും ഞാൻ ഇടും. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഞാനിപ്പോൾ ഇട്ടിട്ടില്ല ഗൈസ്. അപ്പോൾ ഇപ്പം ആരും നോക്കണ്ട, ഇപ്പം നോക്കിയാൽ കിട്ടത്തില്ല. ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ആ സമയത്ത് നിങ്ങൾ കണ്ടാൽ മതി, ഇപ്പം നോക്കണ്ട. ഇതല്ലേ ഏതോ ഗൈസ്, ഇങ്ങോട്ടേക്കാ ഇവിടെ ഉണ്ട് ഗൈസ്. ഇതെന്താ ഗൈസ്? വില്ല സീറ്റ് ഉണ്ട്, ചെറിയ സീറ്റ് ഉണ്ട്. ആരും മൊബൈൽ എടുത്ത് താഴെ വെക്കും ഗൈസ്. പിന്നെ ഒരു ഗ്ലിച്ച് ഉണ്ട് ഗൈസ്. നമ്മൾ ഈ മൊബൈലിൻ്റെ ബട്ടണും ഈ പഞ്ചിൻ്റെ ബട്ടണും കൂടെ ഒരുമിച്ചേക്ക് ഒരു മാജിക് സംഭവിക്കുന്നുണ്ടോ? ഇതുണ്ടോ? ഫോൺ അവരെ കൈമലല്ലേ, ഫോൺ അവർ നോക്കുന്നില്ല, ഫോൺ അവരെ താഴെയുണ്ട്. ഫോൺ കണ്ടോ ഗൈസ്? ഫോൺ കണ്ടോ? നമ്മൾ ഓടുമ്പോൾ കണ്ടോ? ഫോൺ കണ്ടോ കയ്യിൽ? അങ്ങനെ ഷേക്കാണ്. പിന്നെ ഇതിൽ വേറൊരു ഗ്ലിച്ചും കൂടിയുണ്ട്. നമുക്കിപ്പോൾ ഫോൺ എടുത്തിട്ട് RGS ടൂളിൽ അതായിക്കണ്ടേ, ഫോൺ കവറാണോ ഫോൺ കേസാണോ ഓടിക്കേണ്ടത് എന്താണെന്ന് അറിയത്തില്ല.
ഫോൺ കവറ് ഇതൊന്ന് അടിച്ചാൽ ഒന്ന് വരും ഗൈസ്. ഫോൺ കളറാണ് ഗൈസ് അടിക്കണ്ടേ. ഫോൺ കവർ അടിച്ചാൽ കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോണ് കവർ അടിച്ചാൽ ഇതാണ് പ്രശ്നം. ഫോൺ കവർ അടിച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഫോൺ കളർ അടിക്കണ്ടേ ഗൈസ്. ഫോൺ കളർ അടിക്കുക. എവിടെ ഗൈസ്? ഓക്കെ, ഫോൺ കളർ എന്നാൽ നമുക്ക് കൊടുക്കുക ഗൈസ്. ഫോൺ കളർ ഗ്രീന് കൊടുക്കുക ഗൈസ്. ഗ്രീന് വലിയ കുഴപ്പമില്ല. ഗ്രീൻ എൻ്റെ ഫേവറേറ്റ് കളറാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഗ്രീന് കൊടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ ഫോണ് കളറ് ഗ്രീൻ ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമില്ല കളറാക്കാൻ പറ്റും. പക്ഷേ ചില കളറ് ഇതിലില്ല കേട്ടോ. ചില കളറ് സ്റ്റോക്കിലില്ല. ഇത് ചില കളറ് മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ യെല്ലോ, റെഡ് കിട്ടും. റെഡാണ് നമുക്ക് ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കിട്ടുന്ന കളറ് റെഡാട്ടോ. ഗൈസ് ഇതാ ഇവിടെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്കൊരു ഭാഗ്യമുണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്ക് അപ്പുറത്തെ ക്ലാസ്സിലത്തെ കുട്ടികളെ കാണാൻ പറ്റും. അപ്പുറത്തെ ക്ലാസ്സിലത്തെ ടീച്ചർ പഠിപ്പിക്കുന്ന കാണാൻ പറ്റും. പിന്നെ ടീച്ചർ കാണാണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ടീച്ചർ ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും സീറ്റിൽ പോയി ഇരിക്കാനും പറ്റും ഗൈസ്. അപ്പോൾ അതൊരു വലിയ ഇതാണ്. ഇത് 1-ാം ക്ലാസ്, ഇപ്പുറത്ത് 2-ാം ക്ലാസ് വിചാരിച്ചാൽ ഒന്നിനവർക്ക് നേരെ 2ലേക്ക് ഇങ്ങനെ ഒന്ന് ഇരിക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ അതൊരു വലിയ ഗ്ലിച്ചാണ്. നമുക്ക് വെപ്പണൊന്നും അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. വെപ്പൺ ഇതാണ് നമ്മുടെ സ്ലോ മോഷൻ ഓണാക്കി നമ്മുടെ പ്ലെയർ ഇങ്ങനെ ഓടും. ഇതിൽ പിന്നെ നമ്മുടെ ഇത് കുറക്കാനും പറ്റും. എന്താ പറയുക, 11 അടിച്ചു കഴിഞ്ഞാൽ നമ്മളിത് കുറയും ഗൈസ്. മോഷൻ ലെവൽ 1. ഇതാണ് നമ്മളെ ഇപ്പോൾ സ്പീഡ്. ഇനി നല്ലോണം സ്പീഡ് കുറക്കാൻ പറ്റും ഗൈസ്. RJ സ്റ്റൂളല്ല, കോൾസാണ് നമുക്ക് എടുക്കുന്നത്. 11, 12 എടുക്കുക. വീണ്ടും അടിക്കുക. 11, 12. മോഷൻ ലെവൽ 3. ഗൈസ് ഭയങ്കര. ഇതിപ്പോൾ നമ്മുടെ എന്താ പറയുക ഗൈസ്, നമ്മുടെ സ്ലോ മോഷൻ ഇല്ലേ ഗൈസ്, ആ സ്ലോ മോഷൻ്റെ കറക്റ്റ് സ്പീഡ്. ഇതിനൂടെ സ്ലോ മോഷനും കൂടെ ഓണാക്കിയാൽ സെറ്റായി ഗൈസ്. ഇതുണ്ടോ, അടിപൊളി ഇതായി. ഇതിപ്പോൾ അടിപൊളി ഗ്ലിച്ചാണ്. നമുക്ക് സ്ലോ മോഷൻ ഓഫാക്കിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ നടക്കാം. കണ്ടില്ലേ. അപ്പോൾ ഗൈസ് ഈ മോഷൻ ലെവൽ 2ഉം 3ഉം മാറിയിട്ടില്ല. ഇനി നമുക്കിത് റീസെറ്റ് ആക്കണമെങ്കിൽ ഫോണിലും പ്ലെയർ പതിക്കുകയാണ്. 11, 12 വീണ്ടും അടിക്കുകയാണെങ്കിൽ നോർമലാവും. ഇപ്പം കണ്ടോ, ചീറ്റ് പ്രോസസ്സിങ് ആണ്. ഇപ്പം നോർമലായി ഗൈസ്. ചീറ്റ് ഡീആക്ടിവേറ്റ് ചെയ്ത് സ്ലോ മോഷൻ ലെവൽ 3 ഡീആക്ടിവേറ്റഡ് ആയി ഗൈസ്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആക്കാൻ കഴിയും. ഇവിടെ എന്താ സ്റ്റാർട്ട് കൊണ്ടുവച്ചേക്കുന്നത്? അതൊന്നും സംഭവം നമുക്കറിയത്തില്ല. അയ്യോ, എൻ്റെ ലൈറ്റ് ഓഫായി പോയി ഗൈസ്. ലൈറ്റ് ഓഫായി. നമുക്കിനി എങ്ങോട്ടാണ് പോവുക? എന്താ ചെയ്യുക? ഒരു ഗേറ്റ് ക്ലോസ് ആണ്, ഒരു ഗേറ്റ് ഓപ്പൺ. ഈ ഗേറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അടിപൊളി ഇതായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കാര്യം അറിയാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറയണം വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഡെവലപ്പർ ഗെയിം തെറാപ്പിസ്റ്റ് ആണെന്നാണ് അറിയാൻ സാധിച്ചത്. ശരിക്കും ആണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ നമുക്ക് അറിയുന്നതിൽ പറയുന്നത് ഗെയിം തെറാപ്പിസ്റ്റാണ് ഇതിലത്തെ ഡെവലപ്പർ എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ആയിരിക്കും ഗൈസ്. പക്ഷേ ഇതിൽ കുറേ ബഗ്ഗൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഡാമേജ് ആവുന്നതിന് പകരം ഗൈസ്, വണ്ടിക്ക് സ്ക്രാച്ച് ആവുന്നതിന് പകരം വണ്ടീൻ്റെ ഡോറ് തുറന്നു പോവാണ് ഗൈസ്. ചില വണ്ടീൻ്റെ ബമ്പറൊക്കെ കഴിഞ്ഞു പോകും. ബമ്പർ അവിടെ കിടന്നു കേട്ടോ, പക്ഷേ ഡോർ ഇടയ്ക്കിടയ്ക്ക് തുറന്നു. അതാണ് പ്രശ്നം. വലിയ ആക്സിഡൻറ്റിൽ മാത്രമേ ഡോറ് തുറന്നു പോകത്തുള്ളൂ. നമുക്കപ്പോൾ ഇടുന്ന ഒരൊറ്റ ചമ്പങ്ങ ഇതാ പോയിട്ട്.
നമ്മൾ നേരത്തെ സ്റ്റാർട്ടിൽ വിടില്ല, ഇപ്പോൾ ഫിനിഷിൽ പോവാം. ഫിനിഷിൽ വെച്ചിട്ട് ഡ്രന്നൊരു ഒറ്റ ഉടലം കൂടാ ഇടിച്ചൊരു ഒറ്റ ജമ്പ്. ആ ജമ്പ് ഓ ഗൈസ് മേലെ തട്ടി ഒന്നും പറ്റില്ല. അവിടെ ഒരു ഓടിയല്ലേ പോണേ. ആ പോടാ ഓടി. ഇവിടെ ഓടിനെ തട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു റാമ്പ്, ഈ റാമ്പിൻ്റെ സൈഡിലേക്ക് കൂടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് നമുക്ക് പോകണ്ട, നമുക്ക് നല്ലോണം റിവേഴ്സ് എടുക്കാം. എൻ്റെ റിവേഴ്സ് സ്പീഡ് 44 കേട്ടോ. 45, 46, 47 കൂടുന്നുണ്ട്, ഇറക്കത്തുനിന്ന് കൂടുന്നുണ്ട്. എല്ലാണ്ട് ഒരേ സ്പീഡിലാണ് വണ്ടി. ഇവിടെ ചെറിയ ഇറക്കമാണ്, അതുകൊണ്ടാണ്. ഇപ്പം കയറുമ്പം ചെറിയ കയറ്റുകൊണ്ട് ചാടുക. ഓ ഗായ്സ്, നമുക്ക് വേണമെങ്കിൽ ദേ ഇതും നമ്മുടെ മിലിറ്ററി കാറും നമ്മുടെ നോർമൽ ഹമ്മറും തമ്മിൽ ഈ വണ്ടി മോഡിഫൈ ചെയ്താൽ ഇതേപോലെ ഉണ്ടാവും. ഹമ്മർ ഫുള്ളിൽ മോഡിഫൈ ചെയ്ത് ഇതുപോലെ ഉണ്ടാവും. ഫുള്ള് മോഡിഫൈ ചെയ്യും. ഹമ്മറിൻ്റെ ഹെഡ്ലൈറ്റും ടയറും വീലും എല്ലാം മാറ്റും. ടയറും റിമ്മും എല്ലാം മാറ്റും ഗൈസ്. പിന്നെ ബാക്കിലൊരു ഫാനും ഇതെല്ലാം വെച്ച് അടിപൊളിയാവും ഗൈസ്. പിന്നെ ലോഗും മാറ്റി ഷെവറോറച്ചിൻ്റെ ആക്കിയാൽ എൻ്റെ ഇതാ നോക്ക്. ചാടി ഇവിടെ ഉണ്ടായ മരല്ലേ, മരങ്ങളൊക്കെ ഇവിടെ. മരങ്ങളെന്തെങ്കിലും ആട്ടെ. നേരെ പോവാൻ ഈ വണ്ടി വെക്കത്തില്ല ഗൈസ്. ആ വണ്ടീൻ്റെ മേലെ കൂടെ നമ്മൾ ജമ്പായിട്ടാ നമുക്ക് റിവേഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റയടിക്ക് റിവേഴ്സ് എടുത്തുണ്ടാവുന്നു. നേരെ പോവാം. ഓക്കെ അവിടെ ഒരു ഇതുണ്ട്, നമുക്ക് അതിൽ പോയാലോ ഗൈസ്. ആ ജമ്പ് പിന്നെ വേറെ പ്രശ്നമുണ്ട്. പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, ഈ വണ്ടിയിൽ ഇരുന്നാൽ നമുക്ക് അധികമൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ പോയിട്ട് അവിടെ പോയിട്ട് ഇടിച്ചാലൊന്നും ആവത്തില്ല. ഞാൻ നല്ല സ്പീഡിൽ പോയിട്ട് അവിടെ ഇടിച്ച് കാണിച്ചാൽ ഒന്നും പറ്റത്തില്ല. കാരണം ഈ വണ്ടി ഡാമേജ് ആവാത്ത വണ്ടിയാണല്ലോ, കണ്ടില്ല. അവിടെ തട്ടി കുറച്ച് ബാക്കിലോട്ട് പോയതല്ലോ, നമ്മൾ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. ഇതുണ്ടോ, ഇതിൽ പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലും കയറാൻ പറ്റും. നമ്മളിപ്പോൾ റൈറ്റിലേ കയറി, നമുക്ക് ലെഫ്റ്റിലേ പോയിട്ട് കയറാം. അല്ല ഇതെന്നാണ് അതൊന്നും കേട്ട് ഇത് കണ്ടോ, ഇതിൻ്റെ ബാക്ക് വശം ഇതുപോലെ ഉണ്ടാവും ഏകദേശം. ബാക്ക് വശം വലിയ കുഴപ്പമില്ല. ഇതുകൊണ്ട് ലെഫ്റ്റിലേ ഞാനിപ്പോൾ കയറി. പിന്നെ ഗൈസ്, നമ്മളെ വീട്ടിൽ CCTV ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ കണ്ടോ അറിയത്തില്ല. എൻ്റെ ഒറിജിനൽ വീട്ടിലല്ല, എൻ്റെ ഗെയിമിലത്തെ വീട്ടിൽ CCTV ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, ഞാൻ ഹൈഡാക്കി വെച്ചേക്കാം. അതെല്ലാം ഇതാണ് ഗൈസ്, നമ്മൾ ട്രിക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ CCTVൻ്റെ ഫുട്ടേജ് കാണിച്ചു തരണോ ഗൈസ്? എൻ്റെ CCTVൻ്റെ ഫുട്ടേജ് അടിപൊളിയാണ് ഗൈസ്. ഞാനിത് വേണം കാണിച്ചു തരാം. ഞാനിപ്പോൾ ദൂരത്ത് നിൽക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ പോയിട്ട് നിൽക്കാൻ പോവുകയാണ്. എൻ്റെ വീടിൻ്റെ ഇവിടെ ഇല്ലേ, എൻ്റെ വീട്ടിൻ്റെ അയ്യോ എൻ്റെ വീട്ടിൽ ടോട്ടൽ 3 CCTV ആണല്ലേ. നമുക്കപ്പോൾ ഇവിടെ അങ്ങ് വണ്ടി പാർക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ മാത്രം വണ്ടി അങ്ങ് നിർത്തിയിടാം. അത് ആ സൈഡിലൊരു CCTV, നമുക്ക് എനിക്ക് ഇങ്ങോട്ട് മാറി നിൽക്കാം. ഞാൻ എൻ്റെ CCTVൻ്റെ ഫുട്ടേജ് കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മളുടെ CCTV ക്യാമറ. ഇതുണ്ട് ഗൈസ്, ഇതാണ് നമ്മുടെ CCTV ക്യാമറ. ഇത് നമ്മുടെ CCTV ക്യാമറ കൺട്രോൾ ചെയ്യുക. ഇതുണ്ടോ, CCTV ക്യാമറ പതുക്കെ ഇങ്ങനെ തിരിച്ച് റൊട്ടേറ്റ് ആക്കി പോകണ്ടില്ലേ. ഇത് ഇവിടെയാണ് നമ്മുടെ CCTV ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ വീട്ടിൽ കുറേ ഫുട്ടേജ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇത് നമ്മളിപ്പോൾ താഴേക്ക് ആക്കാൻ പോകണം. ഇതാണ് നമ്മുടെ ഡിഫൻഡർ കാറ്. പിന്നെ അവിടെയാണ് നമ്മുടെ സെവറോറിച്ചിൻ്റെ കാറ് വെച്ചിട്ടല്ലേ. ഇത് 360 ഡിഗ്രി ഉണ്ട് ഗൈസ്. ഇത് കണ്ടോ, ഇത്രത്തോളം സൂമാവും. ഇത് കറങ്ങും ചെയ്യും ഗൈസ്. പക്ഷെ ഇപ്പം കറങ്ങിയാൽ ഇതില്ലേ അത് ചുമരിൽ പിടിപ്പിച്ചിട്ടല്ലേ, അന്നേരം അതവിടെ സ്പോസാവും ഗൈസ്. അവിടെ ഒരു ലംബോർഗിനി ഒരു ഡിഫൻഡറിനെ തട്ടിയിടിച്ചു പോയി. അപ്പം ഞാൻ നേരെ തൊട്ടപ്പുറത്തുള്ള ക്യാമറ കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. അപ്പം ഗൈസ്, ഇതാണ് നമ്മളിവിടെ അടുത്ത ഫുട്ടേജ്. ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് കാണും ഗൈസ്. നമ്മുടെ ഇത് കണ്ടാ, നമ്മുടെ ക്യാമറയ്ക്ക് എത്ര ക്വാളിറ്റി ഉണ്ട് കണ്ടാ. ഇടത്തോളം സൂമാം ഗൈസ്, ഇടത്തോളം. അതാ അപ്പുറത്തെ സ്കൂളിൽ തന്നെ നോക്കാൻ പറ്റും. പിന്നെ വേറെ ഇതുണ്ട്, നമുക്കൊരു ഷിൻചാനുണ്ട്. അവൻ ജപ്പാനിലല്ലേ ഗൈസ്, അവൻ ജപ്പാനിൽ പോയേക്കാം. നമ്മുടെ ഷിൻചാൻ ജപ്പാനിൽ പോയേക്കാം. ആ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റില്ല.
നമ്മുടെ ഷിൻചാൻ ജപ്പാനിലുണ്ട്. ഇനി അവൻ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്യും. അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഞാൻ വീഡിയോ എന്തായാലും ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തെ ഒരു സ്കൂളുണ്ട്, അവിടെ നമ്മൾ ഷിൻചാനെ ചേർക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷിൻചാൻ നല്ല രീതിയിൽ പഠിക്കുമോ നമുക്കറിയത്തില്ല. ഏതായാലും ഷിൻചാൻ അപ്പുറത്ത് ചേർത്താക്കാം. നമുക്കപ്പോൾ CCTVയിൽ ഷിൻചാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ടോ നോക്കാം ഗൈസ്. ഷിൻചാൻ കുരുത്തക്കേട് കാണിക്കുന്നുണ്ടോയെന്ന് ഇവിടെ നിന്ന് നോക്കാൻ പറ്റും ഗൈസ്. അപ്പം CCTV വെച്ചത് അടിപൊളിയാണ് ഗൈസ്. ഇപ്പം ആകാശത്തേക്ക് സൂം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ, ബേർഡ്സ് പറക്കുന്നുണ്ടോ മനസ്സിലാവും. പക്ഷേ ഇപ്പം നമ്മൾ ബേർഡ്സിനെ പറത്തുന്നില്ല ഗൈസ്. പിന്നെ എൻ്റെ ബാക്കിലും ഫുട്ടേജ് ഉണ്ട്, ഞാൻ അതും കൂടെ കണ്ടു. ഓക്കെ, ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ബാക്കിലുള്ള ഫുട്ടേജ്. ഇവിടെ നോക്കിയാൽ ഇവിടുന്നെല്ലാം കാണും. ബാക്കിൽ നിന്ന് ആരും മതിലടി തുള്ളുന്നുണ്ടാ കാണും. പിന്നെ ഇവിടെ നോക്കിയാൽ ഷിൻചാൻ്റെ സ്കൂൾ ഇവിടെ നിന്ന് കാണും. ഇതിൻ്റെ എൻട്രൻസ് തന്നെ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. അങ്ങോട്ട് സൂം ചെയ്താൽ ഇത് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ക്യാമറ ഇവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതാ ഈ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. അപ്പുറത്തെ സൈഡിലുണ്ട് ഗൈസ് ഒരു ക്യാമറ. അതല്ല ഞാൻ ആദ്യം നിങ്ങളെ അതും കൂടെ കാണിച്ചേ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്യാമറ 4 ആണ് ഗൈസ്. ഇതിൻ്റെ അടിയിൽ ഇതില്ല, എഴുതി കാണിക്കൂല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതി കാണിക്കാത്ത ക്യാമറയാണ് വാങ്ങിയേക്കുന്നത്. വാട്ടർമാർക്ക് ഇല്ല ഇതിന്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യമായിട്ട് കാണും. ഈ സൈഡെല്ലാം മൊത്തം കാണും. ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പും കാണും. ഈ മരവും കാണാൻ പറ്റും, നമുക്ക് മൊത്തം കാണാൻ പറ്റും. ഇവിടെ നോക്കി നമ്മളെ സ്റ്റെപ്പ് കാണും. ഇതിൻ്റെ മേലേക്കാവോ? ഇതിൻ്റെ മേലേക്കും ആവും ഗൈസ്. അപ്പോൾ ഇതേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.